ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഇൻ സ്പേസ്. ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ്റെ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു റീജിയനിലെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുവാനുള്ള ഫോർമുലയാണ് ഇനി പറയാൻ പോകുന്നത്. ദി ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഓവർ എ റീജിയൻ ഡി ഇൻ സ്പേസ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ഫോർമുല ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓവർ ഡി ഈക്വൽ ടു 1 ബൈ വോളിയം ഓഫ് ഡി ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഡി വി. സോ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ റീജിയൻ ഡിയിലുള്ള ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുവാൻ ആ റീജിയനിലുള്ള എഫിൻ്റെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് റീജിയൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓവർ ഡി ഈക്വൽ ടു 1 ബൈ വോളിയം ഓഫ് ഡി ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഡി വി. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് over the cube bounded by the coordinate planes and the planes x equal to 2, y equal to 2 and z equal to 2 in the first octant. ഇവിടെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ കോർഡിനേറ്റ് പ്ലെയിൻസും അതുപോലെ എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഈക്വൽ ടു 2 ഈ പ്ലെയിൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള ഒരു ക്യൂബാണ്. ദെൻ ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്. ഈ ഫംഗ്ഷൻ്റെ ഈ ക്യൂബിലുള്ള ആവറേജ് വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ റീജിയൻ്റെ വോളിയം കണ്ടുപിടിക്കണം, അതായത് ഈ ക്യൂബിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാം. ആദ്യം ഈ റീജിയൻ നമുക്ക് സ്കെച്ച് ചെയ്യാം. ഇത് കോർഡിനേറ്റ് പ്ലെയിൻസും എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഈക്വൽ ടു 2 ഈ പ്ലെയിൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ഒരു ക്യൂബാണ്. എക്സ് ഈക്വൽ ടു 2 എന്നുള്ളത് വൈ സെഡ് പ്ലെയിനിനോട് പാരലലായിട്ട് 2, 0, 0 ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്ലെയിനാണ്. വൈ ഈക്വൽ ടു 2 എന്നുള്ളത് എക്സ് സെഡ് പ്ലെയിനിനോട് പാരലലായിട്ട് 0, 2, 0 ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്ലെയിനാണ്. അതുപോലെ സെഡ് ഈക്വൽ ടു 2 എന്നുള്ളത് എക്സ് വൈ പ്ലെയിനിനോട് പാരലലായിട്ട് 0, 0, 2 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്ലെയിനാണ്. ഈ 6 പ്ലെയിൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന ക്യൂബാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. അതവിടെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ ഈ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ റീജിയൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള ഷേഡോ കണ്ടുപിടിക്കാം. ഈ ക്യൂബിൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള ഷേഡോ, അതായത് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ഒരു സ്ക്വയർ ഷേപ്ഡ് റീജിയൻ ആണ്. അതിനെ ബൗണ്ട് ചെയ്യുന്നത് വൈ ആക്സിസും എക്സ് ആക്സിസും അതുപോലെ എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 2 ഈ ലൈൻസും കൂടിയിട്ടാണ്. അതായത് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈക്വൽ ടു 2 ഈ 4 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന സ്ക്വയർ റീജിയൻ ആണ് ഈ ക്യൂബിൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള ഷേഡോ, അതാണ് റീജിയൻ 6. ദെൻ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഈ റീജിയൻ 6ലെ ആർബിട്രേറ്റ് ഒരു പോയിൻ്റ് എക്സ് വൈ ചൂസ് ചെയ്ത് ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സെഡ് ആക്സിന് പാരലലായിട്ട് ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലൈൻ എം കൺസിഡർ ചെയ്യുന്നു. ആ ലൈൻ എം ഈ ക്യൂബിലേക്ക് എൻ്റർ ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു, അതുപോലെ ഈ ക്യൂബിനെ ലീവ് ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു. ലൈൻ എം ഈ ക്യൂബിലേക്ക് എൻ്റർ ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 0യിലൂടെയാണ്, അതായത് എക്സ് വൈ പ്ലെയിനിലൂടെയാണ്. അതുപോലെ തന്നെ ഈ റീജിയനെ ലീവ് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 2 എന്നുള്ള പ്ലെയിനിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് വരുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു 2 വരെയാണ്. ദെൻ നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പോയിൻ്റ് എക്സ് വൈയിലൂടെ വൈ ആക്സിസിന് പാരലലായിട്ട് ഇൻക്രീസിങ് വൈയുടെ ഡയറക്ഷനിൽ ഒരു ലൈൻ എൽ വരയ്ക്കുന്നു. ആ ലൈൻ എൽ റീജിയൻ 6ലേക്ക് എൻ്റർ ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ 6നെ ലീവ് ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുന്നു. ലൈൻ എൽ റീജിയൻ 6ലേക്ക് എൻ്റർ ചെയ്യുന്നത് എക്സ് ആക്സിലൂടെയാണ്, അതായത് വൈ ഈക്വൽ ടു 0യിലൂടെയാണ്. അതുപോലെ തന്നെ റീജിയൻ 6നെ ലീവ് ചെയ്യുന്നത് വൈ ഈക്വൽ ടു 2യിലൂടെയാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ് വരുന്നത് വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ ടു 2 വരെയാണ്. ദെൻ റീജിയൻ 6ലൂടെ വൈ ആക്സിന് പാരലലായിട്ട് കടന്നു പോകുന്ന എല്ലാ ലൈൻസിനെയും ഇൻക്ലൂഡ് ചെയ്യുവാൻ എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ വാരി ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിമിറ്റ്സ് വരുന്നത് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെയാണ്. സോ നമുക്ക് ആദ്യം ഈ റീജിയൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ദി വോളിയം ഓഫ് ദി റീജിയൻ ഡി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി സെഡ് ഡി വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 2, ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 2, ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു 2 ഡി സെഡ് ഡി വൈ ഡി എക്സ്. നമുക്ക് ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2, ഇൻ്റഗ്രൽ 0 ടു 2 സെഡ് ഡി വൈ ഡി എക്സ്. സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2, ഇൻ്റഗ്രൽ 0 ടു 2 ഡി വൈ ഡി എക്സ്. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2 വൈ ഡി എക്സ് എന്ന് കിട്ടും. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2 ഡി എക്സ് എന്ന് കിട്ടും. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു എക്സ്, എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 8. അതാണ് ഗിവൻ ക്യൂബിൻ്റെ വോളിയം. ദെൻ എഫിൻ്റെ ഈ റീജിയനിലുള്ള ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാം. അതിനുള്ള ഫോർമുല 1 ബൈ വോളിയം ഓഫ് ഡി ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഡി വി. നമുക്ക് വോളിയം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് 8 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1/8 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി
എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 2 ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 2 ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു 2 എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ഡി വൈ ഡി എക്സ്. നമുക്ക് ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആ ടൈമിൽ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ എക്സ് വൈ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് വൈ സെഡിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് എക്സ് വൈ ഇൻറ്റു സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2 ഇൻ്റഗ്രൽ 0 ടു 2 എക്സ് വൈ ഇൻറ്റു സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡി വൈ ഡി എക്സ്. സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2 ഇൻ്റഗ്രൽ 0 ടു 2 2xy ഡി വൈ ഡി എക്സ്. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ 2x ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. 2xyയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് 2x ഇൻറ്റു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2 2x ഇൻറ്റു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡി എക്സ്. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2 4x ഡി എക്സ്. ദെൻ വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 8 വിച്ച് ഇസ് ഈക്വൽ ടു 1. അതാണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഈവൻ റീജിയനിലുള്ള ആവറേജ് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 1/√1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ഓവർ ദി സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. സോ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 1/√1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സ്ഫിയറിലുള്ള ആവറേജ് വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സ്ഫിയർ സിമെട്രിക് വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസും സിമെട്രിക് വിത്ത് റെസ്പെക്ട് വൈ ആക്സിസും അതുപോലെ സിമെട്രിക് വിത്ത് റെസ്പെക്ട് സെഡ് ആക്സിസും ആയതുകൊണ്ട് ഏതൊരു ഫംഗ്ഷൻ്റെയും ഈ റീജിയനിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാൻ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള ഈ സ്ഫിയറിൻ്റെ പോർഷനിലെ ആ ഫംഗ്ഷൻ്റെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ച് ഇൻറ്റുവേറ്റ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഗിവൺ സ്ഫിയറിന് എസ് എന്നും അതുപോലെ തന്നെ ആ സ്ഫിയറിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള പോർഷനെ റീജിയൻ ഡി എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. റീജിയൻ ഡിയെ ബൗണ്ട് ചെയ്യുന്നത് കോർഡിനേറ്റ് പ്ലെയിൻസും അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സ്ഫിയറും കൂടിയിട്ടാണ്. ഇത് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാൻ പോകുന്നത് റീജിയൻ ഡിയിലാണ്. ഏതൊരു ഫംഗ്ഷൻ്റെയും റീജിയൻ എസ്സിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടി ആ ഫംഗ്ഷൻ്റെ റീജിയൻ ഡിയിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ഇൻറ്റു 8 ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം സ്ഫിയറിൻ്റെ വോളിയം കാണുന്നു. അതിനുവേണ്ടി ആ സ്ഫിയറിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള പോർഷനായിട്ടുള്ള റീജിയൻ ഡിയുടെ വോളിയം കണ്ടുപിടിച്ച് അതിനെ 8 ടൈംസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇൻറ്റു 8 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം റീജിയൻ ഡിയുടെ വോളിയം കണ്ടുപിടിക്കാം. നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആദ്യം വിത്ത് റെസ്പെക്ട് സെഡ് ആണ്. ആദ്യം വിത്ത് റെസ്പെക്ട് സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് റീജിയൻ ഡിയുടെ എക്സ് വൈ പ്ലെയിനിലുള്ള ഷാഡോയാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. റീജിയൻ ഡി സ്ഫിയറിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള പോർഷൻ ആയതുകൊണ്ട് ആ റീജിയൻ്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിലുള്ള ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ക്വാർട്ടർ സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആയിരിക്കും. ആ റീജിയൻ ആർ എന്ന് ഡിനോട്ട് ചെയ്യുക. അതിനെ ബൗണ്ട് ചെയ്യുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ക്വാർട്ടർ സർക്കിളും കൂടിയിട്ടാണ്. ദെൻ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി റീജിയൻ ആറിൽ ആർബിട്രറി ആയിട്ടൊരു പോയിൻ്റ് എക്സ് വൈ ചൂസ് ചെയ്ത് ആ പോയിന്റിലൂടെ സെഡ് ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്ന ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിലുള്ള ഒരു ലൈൻ എം കൺസിഡർ ചെയ്യുന്നു. ആ ലൈൻ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലൂടെയാണ്. അതായത് സെഡ് ഈക്വൽ ടു 0 എന്നുള്ള സർഫസിലൂടെയാണ്. അതുപോലെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് സ്ഫിയറിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള പോർഷനിലൂടെയാണ്. അതായത് സെഡ് ഈക്വൽ ടു √1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള സർഫസിലൂടെയാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് വരുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു √1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരെ. ദെൻ റിമൈനിങ് ഡബിൾ ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ്സ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പോളാർ ഫോമിലേക്ക്, അതായത് ആർ എന്നുള്ള റീജിയനിലുള്ള റിമൈനിങ് ഡബിൾ ഇൻ്റഗ്രൽ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ ആറിൻ്റെയും തീറ്റയുടെയും ലിമിറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മളിവിടെ ട്രിപ്പിൾ ഇൻ്റഗ്രലിലെ ആദ്യത്തെ ഇറ്ററേഷൻ, അതായത് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെ സെഡിൻ്റെ ലിമിറ്റ്സ് വരുന്നത് സെഡ് വാരി ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു √1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരെയാണ്. സോ നമ്മൾ ആദ്യം ഇൻ്റഗ്രേഷനിലെ ആദ്യത്തെ ഇറ്ററേഷൻ, അതായത് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദെൻ ആർ എന്നുള്ള റീജിയനിലുള്ള റിമൈനിങ് ഡബിൾ ഇൻ്റഗ്രൽ
പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം വോളിയം ഓഫ് ദി സ്ഫിയർ എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റു ഓവർ എസ് ഡി സെഡ് ഡി വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു ട്രിപ്പിൾ ഇൻറ്റു ഓവർ ഡി ഡി സെഡ് ഡി വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു ഡബിൾ ഇൻറ്റു ഓവർ ആർ ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി സെഡ് ഡി വൈ ഡി എക്സ്. ഇത് നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8 ഇൻറ്റു ഡബിൾ ഇൻറ്റു ഓവർ ആർ സെഡ് ഡി വൈ ഡി എക്സ് എന്ന് കിട്ടും. സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈക്വൽ ടു 8 ഇൻറ്റു ഡബിൾ ഇൻറ്റു ഓവർ ആർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. ദെൻ റിമൈനിങ് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെ നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനു വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇൻ്റഗ്രാൻഡ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ. അതുപോലെ ഡിഫറൻഷ്യൽ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു ആർ ഡി തീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ അണ്ടറിൽ റീജിയൺ ആറിൻ്റെ ആർ തീറ്റ പ്ലെയിനിലുള്ള ഇമേജ് ആർ തീറ്റ പ്ലെയിനിലെ തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 വരെയുള്ള പോർഷനിലെ ആർ ഈക്വൽ ടു 1 എന്നുള്ള ക്വാർട്ടർ സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന റീജിയൺ ആണ്. ദെൻ ആ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെയും തീറ്റയുടെയും ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ റീജിയനിലൂടെ ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിൽ ഇൻക്രീസിങ് ആറിൻ്റെ ഡയറക്ഷനിൽ ഒരു റേ എൽ കൺസിഡർ ചെയ്യുക. ആ റേ എൽ ആ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആർ ഈക്വൽ ടു 0 അതുപോലെ തന്നെ ആ റീജിയനെ ലീവ് ചെയ്യുന്നത് ആർ ഈക്വൽ ടു 1 സോ ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെ ലിമിറ്റ്സ് വരുന്നത് ആർ ഈക്വൽ ടു 0 മുതൽ ആർ ഈക്വൽ ടു 1 വരെയാണ്. അതുപോലെ തന്നെ ആംഗിൾ തീറ്റ, അതായത് ഈ റേ എൽ പോസിറ്റീവ് എക്സ് ആക്സിസ് അതല്ലെങ്കിൽ പോളാർ ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, അതാണ് തീറ്റ. ആ തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 വരെ വാരി ചെയ്താലാണ് ഈ റീജിയനെ ഫുള്ളായിട്ട് കവർ ചെയ്യുക. സോ ഇൻ്റഗ്രേഷൻ്റെ തീറ്റയുടെ ലിമിറ്റ്സ് വരുന്നത് തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 വരെയാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് റിമൈനിങ് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ദി വോളിയം ഓഫ് ദി സ്ഫിയർ ഈക്വൽ ടു 8 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. അതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 8 ഇൻറ്റു ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ഇൻ്റഗ്രൽ ആർ ഈക്വൽ ടു 0 ടു ആർ ഈക്വൽ ടു 1 റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ഡി തീറ്റ. നമ്മൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയറിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നു. അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ കൺസിഡർ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ഡി ആർ. പുട്ട് യു ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ ദെൻ ഡി യു ഈക്വൽ ടു മൈനസ് 2r dr. സോ ആർ ഡി ആർ ഈക്വൽ ടു മൈനസ് 1/2 ഡി യു. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് യു ഡി യു വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു യു റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി. അതായത് മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. സോ ആർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയറിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ആർ ആണ്. മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. അത് യൂസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 ഡി തീറ്റ. ആറിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 1/3 ഡി തീറ്റ. അതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8/3 ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 8/3 ഇൻറ്റു പൈ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 4/3 പൈ. അതാണ് ഗിവൺ സ്ഫിയറിൻ്റെ വോളിയം. ദെൻ ഫംഗ്ഷൻ എഫിൻ്റെ റീജിയൻ എസ്സിലുള്ള ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുവാൻ വേണ്ടി നമുക്കൊരു ഫോർമുല അറിയാം. 1 വോളിയം ഓഫ് എസ് ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡി വി. നമ്മൾ റീജിയൻ എസ്സിൻ്റെ വോളിയം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 4/3 പൈ. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/4/3 പൈ ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡി വി. നമുക്കറിയാം ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡി വി എന്നുള്ളത് 8 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ് ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 3/4 പൈ ഇൻറ്റു 8 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ്.
നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തതുപോലെ ട്രിപ്പിൾ ഇൻ്റഗ്രലിലെ ആദ്യത്തെ ഇറ്ററേഷൻ വിത്ത് റെസ്പെക്ട് ടു സെഡ് സെഡിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ റീജിയൻ ആറിലുള്ള റിമൈനിങ് ഡബിൾ ഇൻ്റഗ്രൽ അതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഇവിടെ സെഡിൻ്റെ ലിമിറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സെഡ് വാരി ചെയ്യുന്നത് റീജിയൻ ഡിയിൽ സെഡ് വാരി ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു √1 - x² - y² വരെയാണ്. സോ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രലിലെ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു √1 - x² - y² വരെയാണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രാൻഡ് f(x,y,z) എന്നുള്ളത് 1/√1 - x² - y² - z². ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 6/π ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഇൻ്റഗ്രൽ z ഈക്വൽ ടു 0 ടു z ഈക്വൽ ടു √1 - x² - y² 1/√1 - x² - y² - z² dz dy dx. വിത്ത് റെസ്പെക്ട് ടു z ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾസ് x ആൻഡ് y കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ 1/√1 - x² - y² - z² എന്നുള്ളത് 1/√a² - x² ഈ ഒരു ഫോമിലാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം 1/√a² - x²ൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് സൈൻ ഇൻവേഴ്സ് x/a. അതായത് ഇൻ്റഗ്രൽ 1/√1 - a² - x² dx ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c. ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ടാണ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ a² പകരം 1 - x² - y² അതുപോലെ വേരിയബിൾ എക്സിന് പകരം വേരിയബിൾ സെഡുമാണ്. സോ ആ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ c ഈക്വൽ ടു 6/π ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സൈൻ ഇൻവേഴ്സ് z/√1 - x² - y² dy dx. സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ c ഈക്വൽ ടു 6/π ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സൈൻ ഇൻവേഴ്സ് 1 - സൈൻ ഇൻവേഴ്സ് 0 dy dx. സൈൻ ഇൻവേഴ്സ് 1 π/2 അതുപോലെ സൈൻ ഇൻവേഴ്സ് 0 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 6/π ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ π/2 dy dx വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ dy dx. ദെൻ റിമൈനിങ് ഡബിൾ ഇൻ്റഗ്രൽ അതായത് റീജിയൻ ആറിലുള്ള ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് x ഈക്വൽ ടു r cos θ ആൻഡ് y ഈക്വൽ ടു r sin θ. ദെൻ dy dx ഈക്വൽ ടു r dr dθ. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ അണ്ടറിൽ റീജിയൻ ആറിൻ്റെ r θ പ്ലെയിനിലുള്ള ഇമേജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ആ റീജിയനെ ബൗണ്ട് ചെയ്യുന്നത് θ ഈക്വൽ ടു 0 θ ഈക്വൽ ടു π/2 എന്നുള്ള ലൈൻസും അതുപോലെ തന്നെ r ഈക്വൽ ടു 1 എന്നുള്ള ക്വാർട്ടർ സർക്കിളും കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ആ റീജിയനിലുള്ള ആറിൻ്റെയും തീറ്റയുടെയും ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. r വാരി ചെയ്യുന്നത് r ഈക്വൽ ടു 0 മുതൽ r ഈക്വൽ ടു 1 വരെയും അതുപോലെ തീറ്റ വാരി ചെയ്യുന്നത് θ ഈക്വൽ ടു 0 മുതൽ θ ഈക്വൽ ടു π/2 വരെയാണ്. ഇതെല്ലാം യൂസ് ചെയ്ത് റിമൈനിങ് ഡബിൾ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. Therefore the average value of f over the sphere equal to 3 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ dy dx. അതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു ഇൻ്റഗ്രൽ θ ഈക്വൽ ടു 0 ടു θ ഈക്വൽ ടു π/2 ഇൻ്റഗ്രൽ r ഈക്വൽ ടു 0 ടു r ഈക്വൽ ടു 1 r dr dθ. വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആറിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r ആണ് r²/2. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 r²/2 dθ. ആറിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈക്വൽ ടു 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 1/2 dθ വിച്ച് ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 dθ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 തീറ്റ. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 3π/4 എന്ന് കിട്ടും. അതാണ് ഫംഗ്ഷൻ എഫിൻ്റെ ഈ സ്പിയറിലുള്ള ആവറേജ് വാല്യൂ.